കുടിവെള്ളം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മയക്കുമരുന്ന് നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് പ്രധാന ഊന്നൽ നൽകി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആരോഗ്യ സംരക്ഷണത്തിലൂടെ സന്തുഷ്ടരായ ജനങ്ങളെ പഞ്ചായത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ക്രിയാത്മക പങ്കാളികളാക്കി മാറ്റി വ്യക്തികളിലൂടെ സമൂഹത്തിലൂടെ നാടിനെയും മുന്നോട്ട് നയിക്കുക എന്ന വിശാലമായ ലക്ഷ്യത്തിലെത്തിക്കാവുന്ന തരത്തിൽ സമഗ്ര ആരോഗ്യ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ 2025-26 ബഡ്ജറ്റ്. കർഷകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായും ആശാപരമായും ഗ്രാമപഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണ പിന്തുണ നൽകി ഉത്പാദന മേഖലയ്ക്ക് കരുത്തു പകരുക, ഭവന നിർമ്മാണം, സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം, സാമൂഹ്യ സുരക്ഷ, ദുരന്ത നിവാരണം എന്നിവയിലൂടെ സേവന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. പാശ്ചാത്യ മേഖലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉദാരമായ സമീപനത്തോടെ മൂടുപീടികയുടെ മുഖം മറിച്ച് ഈ ലോക്കലിലെ സാമ്പത്തിക ഇടനാഴിയാക്കി മാറ്റിയേക്കാവുന്ന മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം, പടിഞ്ഞാറൻ മേഖലയിൽ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് നടത്തുന്ന PHSC എന്നിവയെല്ലാം ഈ ബഡ്ജറ്റിലൂടെ ലക്ഷ്യം വെക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഈ ബഡ്ജറ്റിൽ വിജ്ഞാപനം ചെയ്ത ചക്കരപ്പാടം പടിയൂർ പാലം കൂടി വരുമ്പോൾ കിഴക്കൻ മേഖലയുടെ ചിരകാല സ്വപ്നം കൂടി ഈ വർഷം സാക്ഷാത്കരിക്കും. കുടിവെള്ളം 10 കോടി, സമഗ്ര ആരോഗ്യ പദ്ധതി 1 കോടി, മയക്കുമരുന്ന് നിർമ്മാർജ്ജനം 2 ലക്ഷം, ഭവന നിർമ്മാണം 3 കോടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 2,50,000, സാമൂഹിക സുരക്ഷാ പെൻഷൻ 8 കോടി തുടങ്ങിയവയ്ക്കാണ് മുഖ്യമായും തുക വകയിരുത്തിയിരിക്കുന്നത്. വികസന മുന്നേറ്റവും പൊതുജനക്ഷേമവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൽ പ്രഖ്യാപിച്ച പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും നടപ്പിലാക്കാൻ നമ്മുടെ ഭരണസമിതിക്ക് നേരിട്ട കടുത്ത സാമ്പത്തിക നിയന്ത്രണം മൂലം ക്ഷേമ പെൻഷൻ പോലും മുടങ്ങുമെന്ന അവസ്ഥ സംജാതമായപ്പോൾ വികസന പ്രവർത്തനങ്ങളിൽ വകയിരുത്തി 50% തുക കൂടി പിൻവലിച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ കൊണ്ടുപോകുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഫലമായി നമുക്കും ലഭിക്കേണ്ടിയിരുന്ന മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ടൂറിസം പദ്ധതികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്താൻ കഴിഞ്ഞില്ല എങ്കിലും ആ പദ്ധതികൾ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടില്ല. മറിച്ച് ഈ വരുന്ന വർഷത്തിലും തുടർ വർഷങ്ങളിലുമായി നമുക്ക് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. പദ്ധതി നിർവഹണ രംഗത്തും നികുതി കളക്ഷൻ രംഗത്തും നാളുകളായി ജില്ലാ സംസ്ഥാന തലത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഇപ്പോഴും ആ മേധാവിത്വം തുടരുന്നുണ്ട് എന്നതിൽ നമ്മുടെ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും അഭിമാനിക്കാവുന്നതാണ്. 50 കോടി 35,47,668 രൂപ വരവും 49 കോടി 83,92,000 രൂപ ചിലവും 51,55,668 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ആഘോഷങ്ങൾക്കിനി രാജകീയ വേദി സമ്മാനിക്കാൻ SK പാലസ്, ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിംഗ്, റിസപ്ഷൻസ്, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, ഓൾ ഗെറ്റ് ടുഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ SK പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. SK പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ. www.skpalace.in. You're watching True Line News.